ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ തലവേദന അനുഭവപ്പെടാറുണ്ട്. രക്തസമ്മർദ്ദം അധികമാകുമ്പോഴും റെഗുലറായി ഹൈ ബി.പിക്ക് കഴിക്കുന്ന മരുന്നുകൾ സ്കിപ്പ് ചെയ്യുമ്പോഴും തലവേദനകൾ ഉണ്ടാകാറുണ്ട്. മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് തലവേദന വരുന്ന സമയങ്ങളിൽ പലപ്പോഴും ഹൈ ബി.പി രേഖപ്പെടുത്താറുണ്ട്. മൈഗ്രെയിൻ ഉള്ളവരിൽ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പല പഠനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈഗ്രെയിനോടൊപ്പം ഹൈപ്പർ ടെൻഷനും കാണുന്ന ആളുകളിൽ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസസ്, സ്ട്രോക്ക് പോലുള്ള കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസും ഉണ്ടായേക്കാം. ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുമ്പോൾ ഫ്രീക്വന്റ് ആയി തലവേദന വരുന്നത് ഫിസിക്കലി ആൻഡ് മെന്റലി ഉണ്ടാകുന്ന സ്ട്രെയിൻ, സ്ട്രെസ്, ആങ്സൈറ്റി, ഹൈപ്പർ ടെൻഷനും കാരണമായേക്കാം. മൈഗ്രെയിൻ തലവേദനകൾ ഉണ്ടാകുമ്പോൾ ബ്ലഡ് വെസൽസിൽ വരുന്ന മാറ്റങ്ങൾ രക്തസമ്മർദ്ദം അധികമാവാൻ കാരണമാകാറുണ്ട്. മൈഗ്രെയിൻ ഉള്ളവർ ഫ്രീക്വന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി തലവേദനകൾ അനുഭവപ്പെടുമ്പോൾ ബ്ലഡ് പ്രഷർ പരിശോധിക്കാനും, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഇടവിട്ട് വരുന്ന തലവേദനകൾ മൈഗ്രെയിൻ ആണോ അല്ലയോ എന്ന് കണ്ടെത്താനും ശ്രമിക്കുക. ഈ രണ്ട് കണ്ടീഷൻസും ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കും. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ബൈ.